നമുക്കിപ്പോൾ റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 15 മാസമായിട്ട് യൂസ് ചെയ്യുന്നത് കിവി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ കാർഡാണ്. കിവി പല ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് റുപേ വേരിയന്റ് കാർഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് യെസ് ബാങ്കുമായിട്ട് ചേർന്നവർ ലോഞ്ച് ചെയ്ത ക്ലിക്ക് വേരിയന്റ് കാർഡാണ്. കഴിഞ്ഞ 15 മാസമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ക്യാഷ് ബാക്ക് ആയിട്ട് ഇതുവരെ നേടുവാനായിട്ട് സാധിച്ചത് ഏകദേശം 50,000 രൂപയോളമാണ്. ഞാൻ അതിനെപ്പറ്റി പല വീഡിയോകളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഒരു കാർഡ് നമുക്ക് റിയൽ ലൈഫിൽ യൂസ്ഫുൾ ആണോ, എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ, പ്രധാനമായിട്ടും എനിക്ക് ആ ഒരു കാർഡിൽ ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഈ കിവി പ്ലാറ്റ്ഫോം പല ബാങ്കുകളുമായിട്ടും ചേർന്നുകൊണ്ട് കോ ബ്രാൻഡഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്. എല്ലാ കാർഡുകളും തന്നെ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മർച്ചന്റ് UPI പേയ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ റുപേ വേരിയന്റ് ഡിജിറ്റൽ കാർഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, ഫിസിക്കൽ കാർഡ് നമുക്ക് കിട്ടുന്നില്ല. എനിക്കൊരു കാർഡിൽ ഞാൻ ഉപയോഗിച്ചതിൽ ഒരു കഴിഞ്ഞ 15 മാസത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ഇതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ജോയിനിങ് ഫീസില്ല, ആനുവൽ ഫീസില്ല, ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ കാർഡില്ല, ഡിജിറ്റൽ കാർഡ് മാത്രമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് ആണ്. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി 1.5% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അതും റിയൽ ക്യാഷ് ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സാധാരണ കാർഡിലൊക്കെ നമുക്ക് റിവാർഡ് പോയിന്റ് ഒക്കെ കിട്ടും, അത് നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് വാല്യൂവിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് റിയൽ ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ കിവീസ് എന്ന് പറഞ്ഞൊരു റിവാർഡ് പോയിന്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമുക്കത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. 1.5% ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റിവാർഡ് കിവീസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അഡീഷണലി നമ്മൾ 999 രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ നിയോൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നമുക്ക് നല്ലൊരു സ്പെൻഡിംഗ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നല്ല രീതിയിൽ മർച്ചന്റ് UPI പേയ്മെന്റ് ഈ ഒരു റുപേ വേരിയന്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. നോർമലി നമുക്ക് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.5% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് നിയോൺ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ അഡീഷണലി കുറച്ച് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3% ക്യാഷ് ബാക്കും ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. പിന്നെ 1 ലക്ഷം രൂപ എത്തുന്ന ഒരു സമയത്ത് നമുക്ക് 4% ക്യാഷ് ബാക്ക് നമുക്ക് വീണ്ടും ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് കൂടി നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. പിന്നെ 1.5 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു മൈൽ സ്റ്റോൺ എത്തുന്ന സമയത്ത് നമുക്ക് 5% ക്യാഷ് ബാക്കും ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് കൂടി നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. ഈ ഒരു ക്യാഷ് ബാക്കിന്റെ സ്ട്രക്ചർ ആദ്യം നമുക്ക് 2% ബേസ് കിട്ടും. അത് കഴിച്ചിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് ആയിരിക്കും ഓരോ മൈൽ സ്റ്റോണിലും കിട്ടുന്നത്. ഇപ്പം 3% മൈൽ സ്റ്റോൺ എത്തുന്ന സമയത്ത് ആദ്യം നമുക്ക് 2% കിട്ടി, അത് കഴിച്ചിട്ട് ബാക്കി 1% ആയിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെ ബാലൻസ് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ആണ് ഓരോ മൈൽ സ്റ്റോണിലും നമുക്ക് കിട്ടുന്നത്. പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ്. അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് കൂടി കിട്ടും. നമ്മൾ ഈ ഒരു മാസം മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തന്നെ അതിന്റെ ബെനിഫിറ്റ് ക്യാഷ് ബാക്ക് ആണെങ്കിലും ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണെങ്കിലും നമുക്ക് തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. 1% ക്യാഷ് ബാക്ക് ആണ് ഓൺലൈൻ സ്പെൻഡിങ്ങിന് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ സ്പെൻഡിങ് നമുക്ക് പോസിബിൾ അല്ല, കാരണം നമുക്ക് ഡിജിറ്റൽ ഓൺലി കാർഡാണ്, ഫിസിക്കൽ കാർഡ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ക്യാഷ് ബാക്ക് വളരെ കുറവാണ്. നമുക്ക് SBI ക്യാഷ് ബാക്ക് കാർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. ഇത് പ്രൈമർലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മർച്ചന്റ് UPI പേയ്മെന്റ് ആണ്. അതിന് മോശമില്ലാത്തൊരു റിവാർഡ് ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നിയോൺ മെമ്പർഷിപ്പ് ആണെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ P2P UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. മാസം അപ് ടു ഒരു 100 രൂപ വരെ ക്യാഷ് ബാക്ക് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ബ്രാൻഡുകളുമായിട്ട് കൊളാബ് ചെയ്തുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു ആപ്പിൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇവരുടെ ഒരു കിവി എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് കാർഡിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ് നമുക്ക് കിട്ടും. നമുക്ക് ഓരോ ട്രാൻസാക്ഷനിലും എത്ര കിവീസ് കിട്ടി എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ചില കാർഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴായിരിക്കും എത്ര റിവാർഡ് പോയിന്റ് കിട്ടിയെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഓരോ ട്രാൻസാക്ഷനിലും. അതും പലപ്പോഴും ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഓരോ ട്രാൻസാക്ഷനിലും എത്ര റിവാർഡ് നമുക്ക് കിട്ടി നമുക്ക് ആപ്പിൽ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൈൽ സ്റ്റോണിന്റെ കാര്യമാണെങ്കിലും ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് ഓരോ മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്യുമ്പോഴും അതെപ്പോഴാണ് ബ്രേക്ക് ചെയ്തത്, എത്ര രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും, എപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആപ്പിൽ തന്നെ കിട്ടും. പിന്നെ കിവി എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈൽ ആപ്പിൽ
ആപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്ലീൻ UI ആണ്. നമുക്ക് നമ്മളുടെ കാർഡിൻ്റെ മാനേജ്മെൻറ്റ്, നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിൻ്റെ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് മറ്റു ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഈ ഒരു ആപ്പ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനും ഇപ്പോൾ നിലവിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ BBPS വഴി അത് ആക്സസ് ആയിട്ട് അതിൻ്റെ ഡ്യൂ എമൗണ്ട്, എപ്പോഴാണ് ഡ്യൂ ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് വഴി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്കത് പേ ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു കിവി ആപ്പിൽ വരുന്ന മറ്റൊരു ഫീച്ചർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാസത്തിൽ ഒരു തവണ നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണെങ്കിലും അതിൻ്റെയും കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് ഒരു ആപ്പ് വഴി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു മൈൽസ്റ്റോൺ എത്തുമ്പോൾ അത് അൺലോക്ക് ആയിട്ട് നമുക്ക് ലോഞ്ച് കീ കിട്ടും. അത് ഉപയോഗിച്ചാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ അതിൻ്റെ ഇൻഫർമേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, നമുക്ക് ഏതൊക്കെ എയർപോർട്ട് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ ലിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവരുടെ ഒരു മൊബൈൽ ആപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം അവിടെ ഉള്ളത് പലപ്പോഴും മർച്ചൻറ്റ് QR കോഡ് ആയിരിക്കും. അപ്പോൾ മർച്ചൻറ്റ് QR കോഡ് ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് കോമൺലി വരുന്നൊരു പ്ലസ് പോയിന്റ് ആണ് ₹1 വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ. ഇപ്പോൾ ഇത്ര നാൾ ഉപയോഗിച്ചപ്പോൾ എനിക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഫിസിക്കൽ കാർഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെയാണ് ഈ ഒരു കാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. 1% ക്യാഷ് ബാക്ക് കിട്ടും. പക്ഷേ കാർഡ് നമ്മൾ കയ്യിൽ കരുതുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. മറിച്ച് UPI നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇനി എനിക്ക് ഈ ഒരു കാർഡിൽ ഇത്ര നാൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നേരിട്ട് ഇഷ്യൂസ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ചില സമയത്തൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്പ് സ്റ്റക്കായി പോകും. പിന്നെ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാനർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോൾ ഈയിടയ്ക്ക് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും QR കോഡ് സ്കാൻ ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നേരെ ആ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് പോകും. ആ UPI പിന്നെ എൻ്റർ ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ സ്കിപ്പായി പോകും. പക്ഷേ പേയ്മെൻറ്റ് ഒന്നും അവിടെ നടക്കില്ല. അതൊരു എററാണ്, ബഗ്ഗാണെന്ന് തോന്നുന്നു. പേയ്മെൻറ്റ് നടക്കില്ല, പൈസ ഒന്നും പോകത്തില്ല. പക്ഷേ ആ ഒരു അങ്ങനെ ആപ്പ് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ വീണ്ടും ആപ്പ് ക്ലോസ് ചെയ്ത് വീണ്ടും QR കോഡ് സ്കാൻ ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ UPI പിൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് UPI പിൻ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഈടൊക്കെ ആയിട്ട് ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ആപ്പിൻ്റെ ബഗ്ഗാണ്, അത് അവർ ഫിക്സ് ചെയ്യുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന മാക്സിമം ക്യാഷ് ബാക്ക് ഡിപ്പെൻസ് ഓൺ നമുക്ക് എത്ര രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ 1% നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക്. ഇപ്പോൾ എൻ്റെ കേസിൽ ആദ്യം 3 ലക്ഷം രൂപയായിരുന്നപ്പോൾ 3000 രൂപയായിരുന്നു ഒരു മാസം മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക്. ഇപ്പോൾ എനിക്ക് 3,60,000 രൂപയാണ് ലിമിറ്റ്. അപ്പോൾ എനിക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്നത്, ഒരു മാസം മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 3,600 രൂപയാണ്. സോ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ കുറവ് ലിമിറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വെറുതെ പോയി ന്യൂ മെമ്പർഷിപ്പ് എടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഉപയോഗമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ന്യൂ മെമ്പർഷിപ്പ് എടുത്തി കഴിഞ്ഞാൽ 999 രൂപ എല്ലാ വർഷവും കൊടുക്കേണ്ടതായിട്ട് വരും. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുൻപൊക്കെ നമുക്ക് 50 രൂപ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ നിലവിൽ മിനിമം 100 രൂപയാണ് സ്പെൻഡിങ് ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. 100 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും എന്നാണ് അവരുടെ പേപ്പറിൽ കാണുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും 50 രൂപയുടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും 20 രൂപയുടെ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ചെറിയ പേയ്മെൻറ്റ് ആണെങ്കിൽ കൂടി എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നത് ബോണസ് ക്യാഷ് ബാക്ക്, ബോണസ് റിവാർഡ് ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പ്രശ്നം ലിമിറ്റ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ വളരെ പയ്യാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ 15 മാസമായിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വെറും 60,000 രൂപയുടെ ഇൻക്രിമെൻറ്റ് ഓഫറാണ് ഇതിനിടയ്ക്ക് ഒരു വട്ടം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ വന്നോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ തോന്നി, പയ്യാണ് നമ്മുടെ ലിമിറ്റ് ഇൻക്രിമെൻറ്റ് ഓഫർ വരുന്നത്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും EMI കിട്ടി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. നമ്മൾ EMI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ പോയി തപ്പി കണ്ടുപിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എത്ര മാസത്തേക്കാണ് EMI ഇട്ടത്, അതിൻ്റെ ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പക്ഷേ അത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷൻ താഴത്തേക്ക് പോകും. ഈ ഒരു ആപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് എവിടെയും നമ്മുടെ EMI നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതേസമയം സ്ലൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈസ് ആപ്പിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ EMI മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ മാസം എത്ര രൂപ EMI എമൗണ്ട് വരും, അതിൻ്റെ ഡേറ്റ്, എപ്പോഴും അത് ക്ലോസ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ലൈസ് ആപ്പിൽ അറിയാം. പക്ഷേ ഇവിടെ കിവി ആപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇല്ല. EMI മാനേജ്മെൻറ്റ് വളരെയധികം ബുദ്ധിമുട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി. യെസ് ബാങ്കിൻ്റെ ആപ്പ് എടുത്താലും എനിക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവരുടെ യെസ് ബാങ്കിൻ്റെ ആപ്പിലും കാണുവാനായിട്ട് സാധിച്ചില്ല. അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി.
അതേപോലെ തന്നെ ഇവർക്ക് ഈ ഒരു കിവി ആപ്പിൽ നോ കോസ്റ്റ് EMI ആണെങ്കിലും അതിൻ്റെ GST കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതേസമയം സ്ലൈസ് ആണെങ്കിൽ അവിടെ GST ഒന്നും ഇല്ല. അവരുടെ നോ കോസ്റ്റ് EMI 3 മാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ₹1 പോലും കൊടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ EMIയുടെ കേസിൽ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് സ്ലൈസിൻ്റെ സൂപ്പർ കാർഡാണ്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പോരായ്മ എന്ന് വെച്ചാൽ UPI ID എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവരുടെ ആപ്പിൽ കാണാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് iOS ആൻഡ്രോയിഡിൽ ഉണ്ടോ എന്ന് അറിയില്ല. ആൻഡ്രോയിഡിൽ മിക്കവാറും കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് എൻ്റെ മൊബൈൽ നമ്പർ അവരുടെ ആ ഒരു UPI ഹാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആ കാർഡ് എടുത്ത സമയത്ത് ആൻഡ്രോയിഡ് ഫോണിൽ അതും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ എനിക്ക് UPI ID എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല. iOS എന്തായാലും UPI ID നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ഇതാണ് കിവി ആപ്പിൻ്റെ ഹോം പേജിലെ യൂസർ ഇൻ്റർഫേസ്. ടോപ്പിലായിട്ട് നമുക്ക് ആദ്യം കാർഡിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കാണാം. അതിന് താഴെ പേ കോൺടാക്ട്, നമ്മൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ P2P ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ ആ ഒരു ഐക്കൺസാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇവിടെ കാണാം. ബില്ല് ജനറേറ്റ് ആകുന്ന സമയത്ത് BBPS വഴി ബില്ല് ഫെച്ച് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ എത്ര രൂപ ഡ്യൂ ആയി, എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് ബില്ല് എപ്പോഴാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു ആപ്പ് വഴി നമുക്ക് അറിയാം. ഒരു തവണ നമ്മുടെ മറ്റു കാർഡുകളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ക്രെഡിറ്റ് സ്കോറാണ്. നമുക്ക് എക്സ്പീരിയൻസ് സ്കോറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഈ ഒരു ആപ്പ് വഴി തന്നെ ആക്സസ് ചെയ്യാം. പിന്നെ ഇവരുടെ എയർപോർട്ട് ലോഞ്ച് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എയർപോർട്ടിൽ നമുക്ക് ലോഞ്ച് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ നിലവിലെ മൈൽസ്റ്റോൺ ബെനിഫിറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതെങ്കിലും ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് അറിയാം. ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു നമുക്ക് ലോഞ്ച് കീ ജനറേറ്റ് ചെയ്യാം. പിന്നെ കിവീസ് എന്ന് പറഞ്ഞ ഒരു മെനു എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇതുവരെ നേടിയ ക്യാഷ് ബാക്ക് എത്രയാണെന്ന് അറിയാം. ഇപ്പോൾ എത്ര കിവീസ് അവൈലബിൾ ആണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപക്ക് വെർത്തായിട്ടാണ് അത് ഉള്ളതെന്ന് അറിയാം. വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ഏതൊക്കെ ട്രാൻസാക്ഷന് നമുക്ക് റിവാർഡ് കിട്ടിയെന്ന് അറിയാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമുക്ക് കിട്ടിയ കിവീസ്. 4 കിവി എന്ന് പറഞ്ഞ ₹1 ഇക്വലൻ്റ് ആണ്. സോ അങ്ങനെയാണ് ക്യാഷ് ബാക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓരോ മാസത്തെയും സ്നാപ്ഷോട്ട് നമുക്കറിയാം. ഈ ഒരു പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ മന്തിലെ ആ ഒരു നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഒരു തീം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ കൂടുതൽ 35 സ്പെൻഡ് വന്നിരിക്കുന്ന ഫുഡിലാണ്. അതുപോലെ തന്നെ എത്ര രൂപ ടോട്ടൽ ഞാൻ സ്പെൻഡ് ചെയ്തു. പിന്നെ ടോപ്പ് 5 അതായത് ഏറ്റവും ഉയർന്ന 5 ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. പിന്നെ ടോപ്പ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ തീം നമുക്ക് കാണാം. ഫാഷനിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് 77%, ഫുഡിൽ 8%, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ബേസ് കാണിച്ചു തരും. പിന്നെ മോസ്റ്റ് റിവാർഡിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ കാണിക്കും. നവംബർ 29-നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ് ബെനിഫിറ്റ് കിട്ടിയത്, അതായത് ക്യാഷ് ബാക്ക് കിട്ടിയത്. 76,263 രൂപ സ്പെൻഡ് ചെയ്തു 8 ട്രാൻസാക്ഷനിലായിട്ട്. പിന്നെ എത്ര കിവി ടോട്ടൽ കിട്ടി നവംബറിൽ 18,499 കിവീസ് കിട്ടി. പിന്നെ ലോഞ്ച് ആക്സസ് എന്തെങ്കിലും ആ ഒരു മാസം ഏൺ ചെയ്തു. അപ്പോൾ മൈൽ സ്റ്റോൺ ബ്രേക്ക് ആയതുകൊണ്ട് ഒരു ഫ്രീ ലോഞ്ച് പാസ് എനിക്ക് ആ ഒരു മാസം ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഈ രീതിയിൽ ഓരോ മാസത്തെയും സ്നാപ്ഷോട്ട് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു P2P പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്പിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ പേ ടു കോൺടാക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു P2P പേയ്മെൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സ്കാൻ ആൻഡ് പേ ആണെങ്കിൽ ഇവിടെ സ്കാനർ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനിയിപ്പോൾ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാനായിട്ട് ഇവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ലിസ്റ്റ് ആയിട്ട് വരും. ഇതൊക്കെയാണ് ഇത്രയും നാളും ഈ ഒരു കിവി കാർഡ് ഉപയോഗിച്ചതിൽ എനിക്ക് തോന്നിയ പ്ലസ് പോയിന്റ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി